ഹായ് ടീം ആർക്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 149/2024 ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ടോപ്പിക്കിന് ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യും. സോ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: വാട്ട് ഈസ് ആർട്ടിക്കിൾ 17 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിലേറ്റഡ് ടു? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോ ബേസിക്കലി ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ്. സോ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് ഉപയോഗിക്കാം. ദറ്റ് ഈസ് കോൾഡ് EDOUT, EDOUT, EDOUT. ദാറ്റ് മീൻസ് 14 ഫോർ ഇക്വാലിറ്റി, 15 ഫോർ ഡിസ്ക്രിമിനേഷൻ, 16 ഫോർ ഓപ്പർച്യൂണിറ്റി, 17 അൺടച്ചബിലിറ്റി, 18 എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. സോ നമ്മളിവിടെ നോക്കിയാൽ ഒന്നാമത്തെ ഓപ്ഷൻ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് പ്രോഹിബിഷൻ ഓഫ് പ്രാക്ടീസസ് ഇൻ എനി മീൻസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 17 വരും. ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ 16 വരും. പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസുകൾ ചെയ്തിട്ട് കൺവിക്ഷനുമായി ബന്ധപ്പെട്ടതുള്ള അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫോർ കൺവിക്ഷനുമായി ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ 20 വരുന്നതാണ്. റൈറ്റ് ടു എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2002 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 17 ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് ഇറ്റ്സ് പ്രാക്ടീസസ് ഇൻ എനി ഫോംസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു. ഒന്നാമത് തന്നിരിക്കുന്നത് ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആഡഡ് 4 new words: socialist, secular, democratic and integrity were added. Preamble is based on the objective resolution moved by the Jawaharlal Nehru in the Constituent Assembly. Supreme Court held that preamble can be amended by the parliament but without destroying the basic structure of the constitution. So ഇതിനകത്ത് 42nd അമെന്റ്മെന്റ് ആക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് പ്രകാരം ആഡ് ചെയ്യപ്പെട്ട വാക്കുകൾ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റും സെക്യുലറുമാണ്. സോഷ്യലിസ്റ്റും സെക്യുലറും വാർഡ് ആഡ് ചെയ്യപ്പെട്ടു. ഓൾറെഡി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിരുന്നു. ദെൻ വാട്ട് അബൌട്ട് ഇന്റഗ്രിറ്റി? 42nd അമെന്റ്മെന്റ് ആക്ടിൽ ചെയ്ത കാര്യം യൂണിറ്റി എന്ന് പറയുന്നതിനെ റീപ്ലേസ് ചെയ്ത് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ അങ്ങനെ നോക്കുമ്പോൾ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന വേർഡ് ഓൾറെഡി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ദെൻ പ്രിയാമ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. കറക്റ്റ് ആണ്. പ്രിയാമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു പ്രസന്റ് ചെയ്ത മൂവ് ചെയ്ത ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. Then the third statement, Supreme Court held that preamble can be amended by the parliament but without destroying the basic structure of the constitution. So basically, ഈ basic structure of the constitution എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസിനകത്ത് സുപ്രീം കോർട്ട് കൊണ്ടുവന്ന ഒരു പുതിയ ഐഡിയ ആണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് വി ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പാർട്ട് വേണമെങ്കിലും അമെൻഡ് ചെയ്യാം വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ അതിനകത്ത് പ്രിയാമ്പിളും ഇൻക്ലൂഡഡ് ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഏത് പാർട്ടിനെ വേണമെങ്കിലും പാർലമെന്റ് അമെൻഡ് ചെയ്യാം, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്ട്രോയിങ് ഓർ വിത്ത് അഫക്ടിങ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന കേശവാനന്ദ ഭാരതി കേസിൽ ഇൻട്രൊഡ്യൂസ് ആയതാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 3 ശരിയാണ്. അങ്ങനെയാണ് ഇവിടെ ആയിട്ടുള്ള ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓൺലി 2 and 3 ആയിരിക്കും. ഓൺലി 2 and 3 ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ അടുത്ത ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് about the Election Commission of India? Election Commission of India'യുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകളായത്. ഒന്നാമത്തേത്, ഇലക്ഷൻ കമ്മീഷൻ ഹോൾഡ് ദ ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 6 years or until they attain the age of 62 years, whichever is earlier. No. ഇലക്ഷൻ കമ്മീഷന് 62 years വരെയല്ല ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുക. സോ അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടാമത്തേത്, ഇലക്ഷൻ ടു ദ പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ആർ കണ്ടക്ടഡ് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. കറക്റ്റ്. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, ദെൻ രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ, ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കുള്ള ഇലക്ഷൻ. ബട്ട് നേരെ തിരിച്ച് പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുമുള്ള ഇലക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ശരിയാണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ശരിയാണ്. ഇഫ് യു കൺസിഡർ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3,
Chief Election Commissioner and other election commissioners enjoys equal powers and draw equal salary. Correct. Chief Election Commissioner ബാക്കിയുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സിനും ഈക്വൽ പവറുകളും ഈക്വൽ സാലറിയുമാണുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണുള്ളത്. സോ നോക്കിക്കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനും അത് കഴിഞ്ഞുള്ള 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനും ഒരേ പവറുകളാണുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2ഉം 3ഉം ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നതും ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നതും ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും. അടുത്തത്, പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ക്യാഗുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ചെയ്തു. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, CAG can only be removed by the Prime Minister of India on the same ground or in the same manner as a judge of a Supreme Court can be removed. സോ ബേസിക്കലി ക്യാഗിനെ അപ്പോയിന്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതും പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്, പ്രൈം മിനിസ്റ്റർക്കല്ല. സോ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കറക്റ്റ്. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാഗ് ക്യാൻ ഹോൾഡ് ദ ഓഫീസ് ഫോർ 6 years or up to 65 years. 6 വർഷം അല്ലെങ്കിൽ 65, അത് ശരിയാണ്. ക്യാഗ് ഓഡിറ്റ്സ് ആൻഡ് റിപ്പോർട്ട് ഓൾ ദി എക്സ്പെൻഡിച്ചർ ഫ്രം ദി കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ, ദാറ്റ് മീൻസ് CFI, കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. അതെന്ന് പറയുന്നത് ക്യാഗിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെ ഡ്യൂട്ടിയാണ്. CAG audits and report on the receipts and expenditure of the government companies. ഗവൺമെന്റ് കമ്പനികളുടെ എക്സ്പെൻഡിച്ചറുകളും റെസിപ്റ്റുകളും ഓഡിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്ന CAG ആണ്. സോ ഓപ്ഷൻ നമ്പർ ബിയും സിയും ഡിയും ശരിയാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സോ തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, the central government law or scheme that are unanimously struck down by the 5-judge Constitutional Bench of Supreme Court on February 15, 2024, as the bench found the law and scheme is unconstitutional. അതായത് ആ ഒരു നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് കണ്ട് 2024 ഫെബ്രുവരി മാസം 15-ാം തീയതി യുനാനിമസ്ലി സ്ട്രൈക്ക് ഡൗൺ ചെയ്ത ലോ ഏതാണ്? ആ ലോ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇലക്ടോറൽ ബോണ്ട് സ്കീം. അതായത് പാർട്ടികൾക്ക് ആർക്കെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കണമെങ്കിൽ അത് ഇലക്ട്രോറൽ ബോണ്ട് പർച്ചേസ് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്ന സ്കീം. ആ ഇലക്ട്രോറൽ ബോണ്ട് സ്കീമാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ് പ്രോപ്പർ ആയിട്ടുള്ള ഓഡിറ്റിംഗ് നടക്കുന്നില്ല, അല്ലെ പ്രോപ്പർ ആയിട്ട് നമുക്ക് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അതിനെ നമ്മൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്തത്. അടുത്തത് 24ാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത്? ഒന്ന്, കമ്മീഷൻ കനോട്ട് എൻക്വയർ ഇൻടു ആൻ ആക്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് 1 year. അതായത് ഒരു വർഷത്തിന് ശേഷം ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് നടന്ന് ഒരു വർഷത്തിന് ശേഷം ആ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞ് കമ്മീഷൻ അതിനകത്ത് എൻക്വയറി നടത്താൻ പറ്റില്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് when considering the 24th one, that particular statement is correct. Then, but അവിടെയുള്ള ഒരു എക്സെപ്ഷണൽ കേസ് എന്താന്ന് വെച്ചാൽ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസിൽ കമ്മീഷൻ നടത്താം. ബട്ട് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ പറയപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ, though appointed by the governor, chairpersons and the members of the commission are removed by the president of India. Correct ആണ്. അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണ് എങ്കിലും റിമൂവ് ചെയ്യുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഈസ് ക്ലിയർ. ദ കമ്മീഷൻ ഡസ് നോട്ട് ഹാവ് ദ പവർ ടു പണിഷ് ദ വയലേറ്റേഴ്സ് ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്. അതായത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് വയലേറ്റേഴ്സിനെ പണിഷ് ചെയ്യാനുള്ള അധികാരം കമ്മീഷന് ഇല്ല. സോ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. സോ ഓപ്ഷൻ ഡി ഓൾ 1, 2, 3 ആർ കറക്റ്റ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 25. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് ആസ് പെർ ദ സെൻസസ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ 2011 സെൻസസ് അനുസരിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന്, മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള ഈസ് എറണാകുളം. നോ, മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്റ്റുകൾ എന്ന് പറയുന്നതിനകത്ത് വരുന്നത് ആലപ്പുഴയും ട്രിവാൻഡ്രവുമാണ്. എറണാകുളം അല്ല, ആലപ്പുഴയും ട്രിവാൻഡ്രവുമാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വിമൻ ഔട്ട്നംബേർഡ് മെൻ ഇൻ ഓൾ ഡിസ്ട്രിക്ട് എക്സെപ്റ്റ് ദ ഡിസ്ട്രിക്ട് മലപ്പുറം. മലപ്പുറം ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ആണുങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത് പെണ്ണുങ്ങളാണ്. സോ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്. കണ്ണൂർ ഹാസ് ദി ഹയസ്റ്റ് സെക്സ് റേഷ്യോ. കണ്ണൂരിനാണ് ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2ഉം 3ഉം ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഓപ്ഷൻ ബി ഓൺലി 2 and 3 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, which of the following is or are true regarding the literacy rate in Kerala as per the 2011 census of India? 2011 സെൻസസ് അനുസരിച്ച് സാക്ഷരതാ നിരക്കുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏതൊക്കെയാണ് ശരി? ഒന്ന്,
തിരുവനന്തപുരം ഹാസ് ദ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ കേരള. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് തിരുവനന്തപുരത്തിനല്ല ഉള്ളത്. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഡിസ്ട്രിക്ട് നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്തിനാണുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. 2, ഇടുക്കി ഹാസ് ദി ലോവസ്റ്റ് ലിറ്ററസി റേറ്റ്. നോ, വയനാട് ഹാസ് ദി ലോവസ്റ്റ് ലിറ്ററസി റേറ്റ്. വയനാടിനാണ് ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ളത്. ദെൻ അടുത്തെന്ന് പറയുന്നത്, then when you are checking it up, literacy rate of Kerala is 86%. No, കേരളത്തിലെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 93 to 94%. തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. സോ ആൻസർ എന്ന് പറയുന്നത് നൺ 1, 2, 3 ആർ ട്രൂ. തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകളും ശരിയല്ല എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള 149/2024 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ പറ്റി അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, subscribe to our channel. Keep watching, keep learning. Thanks for watching. Bye.